ഗുഡ് ഈവനിങ്. ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിൻ്റെ വിഷ്വൽസാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും സ്വതസിദ്ധമായ കഴിവോടുകൂടി മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സാധനത്തിൻ്റെ കവറിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണിച്ചത്. പിന്നെ അതിന് വേണ്ടിയിട്ട് കബാബ് മേടിച്ചിരിക്കുന്നത് ഹോം ടു ഫ്രഷ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. അത് ഇവിടെ കൊണ്ടുവന്നു. അത് എല്ലാം കൂടി ലാസ്റ്റ് പിന്നെ നമ്മൾ ഓവൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് നേരത്തെ തന്നെ ചൂടാക്കാനായിട്ട് ഓൺ ചെയ്തിടുന്നു. ഓവൻ സെറ്റ് ചെയ്ത് വെച്ചു. അത് അതിൻ്റെ മാക്സിമം ചൂട് എത്രയെന്ന് വെച്ചാൽ അത് ഇതൊക്കെ ചെയ്യുന്നത് ഞാനല്ല, ഞാൻ വെറുതെ പടം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. പിള്ളേരുടെ പണിയാണ്. അപ്പോൾ അതങ്ങനെ ചൂടാകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്ന സാധനമാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇതാണ് അവരുടെ പിസ്സ എന്ന് പറയുന്നതിൻ്റെ ബേസ്. അതൊരു പ്ലാസ്റ്റിക് കൂടിനകത്തായിരുന്നു. ഒരു പ്ലാസ്റ്റിക് കൂട് പറിച്ചെടുത്തും നമ്മളതൊരു തട്ടിലേക്ക് വെച്ച് ഗ്രില്ലിൽ വെച്ച് അടിയിലൊരു പാത്രം വെച്ചിരിക്കുകയാണ്. അത് ഓവനിലേക്ക് മാറ്റാനായിട്ട് അതിൻ്റെ പുറത്ത് ആദ്യം കുറച്ച് സാധനങ്ങളിട്ടു. അതുകൂടാതെ പിന്നെ ചീസിട്ട്, പിന്നെ ഒന്നും പേരൊന്നും എനിക്കറിയാൻ മേല. ചീസ് എന്ന് പറഞ്ഞ് ചിക്കൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും പിന്നെ ഓരോരോ ഐറ്റംസ് ഇടുന്നുണ്ട്. ഇതാണ് കബാബ്. കബാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചി കുഴച്ച് ഉരുട്ടിയെടുത്തിരിക്കുന്നതാണ്. അതിന് നമ്മൾ കുറേ പീസുകളായിട്ട് കട്ട് ചെയ്ത് പിന്നെ നേരത്തെ ആ സെറ്റ് ചെയ്ത് പിസ്സയുടെ മേളിൽ ഇതെല്ലാം കൂടെ വയ്ക്കുക. അതെല്ലാം നിറച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ കുറേ സാധനം മിച്ചമുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് തിന്ന്. ഇതൊക്കെ പിള്ളേരെ കൊണ്ട് അവർക്കൊക്കെ എക്സ്പീരിയൻസ് കൂടുതലാണ് ഇതിനകത്തൊക്കെ. നമുക്ക് വയസ്സന്മാർക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല. എന്തായാലും സംഗതി ഉഷാറായിട്ട് വെന്ത് സെറ്റാക്കി വന്നിട്ടുണ്ട്. അവനെ മുറിക്കുകയാണ്. മുറിച്ച് 4-5 പീസാക്കുന്നുണ്ട്. മുറിച്ച് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച പിസ്സ വിളമ്പി കഴിച്ചു എന്നുള്ളതാണ് എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു വെരി മച്ച്.